ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ യാത്ര കർണാടക സ്റ്റേറ്റിൽ കൂർഗിലുള്ള ദുബാര എലിഫന്റ് ക്യാമ്പ് കാണാനാണ്. ഒരാൾക്ക് 120 രൂപ ടിക്കറ്റ് എടുത്ത് കമ്പിവേലിന്റെ അപ്പുറത്ത് ബോട്ടും വരുന്നും കാത്തു നിൽക്കണം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബോട്ടാണ്ടെത്തി, പിന്നെ ചാടി കയറിയേക്ക്. അങ്ങനെ കപ്പലിൽ ചാടി കയറിക്കാണ്ട് വിൻഡോ സീറ്റിന്റെ അടുത്ത് നല്ല ഇരിപ്പിടം ഉറപ്പിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ ഒപ്പം കുഞ്ഞുമോനുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളെ കപ്പൽ ഫുള്ളായപ്പോ കാവേരി റിവറിലൂടെ ഞങ്ങളെ കപ്പൽ മന്ദം മന്ദം സഞ്ചരിച്ചു. നിങ്ങളെ അറിവിലേക്ക് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള മർമ്മപ്രധാനമായ കാര്യം, ഇവിടെ വിസിറ്റിങ്ങിന് ടിക്കറ്റ് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ 9 മണി മുതൽ 11 മണി വരെയാണ്. ഇനി വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ 4 മണി മുതൽ 6 മണി വരെയാണ്. അങ്ങനെ നമ്മൾ കാവേരി റിവറിന്റെ അക്കരെത്താനായി. അപ്പം എമ്മിണി വലിയൊരു ആന അവിടെ നിന്നുകാണ്ട് കുളിച്ചു. ക്ഷമിക്കണം, കിടന്നുകാണ്ട് കുളിക്കണം. അങ്ങനെ ആനന്റെ കുളി കാണാൻ വേണ്ടിയിട്ട് ബോട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയാണ് അക്കരെ എത്തിയപ്പോൾ ആനന്റെ കുളി കഴിഞ്ഞു. പക്ഷേ എങ്കിൽ കരക്കെന്ന് കാണാൻ ആനന്റെ കുളി കണ്ടോലൊക്കെ ആന കുളിപ്പിച്ച് വിടണുണ്ട് കേട്ടോ. അല്ലെങ്കിലും മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം പെണ്ണാന കുളിക്കടവിൽ നിന്ന് കുളിക്കുമ്പോൾ ആൾക്കാർ എത്തിപ്പാളിയാക്കാൻ പാടുണ്ടോ. ഓള് നോക്കുന്ന ആൾക്കാരെ മേത്തേക്ക് തുമ്പിക്കച്ചുകൊണ്ട് വെള്ളം ഊത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ പിന്നെ ഓള് കുളി കഴിഞ്ഞ് കലിപ്പായി കബൂർ സീനാക്കി കുളിക്കടവ് വിട്ടു. അതോടുകൂടി പിന്നെ കാവേരി പോയല്ലേ ഒരു കൂട്ടം ആനകളുടെ ആറാട്ടായി. പിടിയാന കരക്കത്തിക്കുന്ന ആൾക്കാരെ മുഴുവൻ വെള്ളം ഊത്തുവിടുന്നുണ്ട്. കൊമ്പനാനക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ കുളിച്ചു കുട്ടപ്പനായ കൊമ്പനാന കുട്ടപ്പന്മാരൊക്കെ വട്ടത്തമ്പിന്റെ ഉള്ളിൽ കയറാനുള്ള തിടുക്കത്തിലാട്ടോ. വെള്ളം കണ്ട അലർജിയുള്ള ചില കള്ളന്മാരൊക്കെ കുളിച്ചാതെ മെല്ലെ തമ്പിന്റെ ഉള്ളിൽ കയറി പറ്റുന്നുണ്ട്. അപ്പൊ ദാ കിടക്കണ ഒരാൾ ചങ്ങലും പൊട്ടിച്ച് ഒറ്റക്ക് കുളിക്കടവിലേക്ക് കുളിക്കാൻ പോകും. പാവല്ലേ, ഒറ്റക്കല്ലേ, ആരുമില്ലല്ലോ വിചാരിച്ചു കാണി ഞാൻ കുളിക്കടവിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരുടെ ഡയലോഗ്, ചങ്ങാഴ്ച എന്റെ പണി നോക്കി പോ, ഞാൻ കുളിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇറങ്ങാണ്ട് ഞാനോട് തിരിച്ചു പോരുമ്പോണ്ട് വലിയ കൂട്ടിൽ വലിയ ആനട്ടോ. പാവാണ് കേട്ടോ, മുളൊളിച്ചണൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്നെ കൊണ്ട് ആ സങ്കടം കണ്ടെക്കാൻ വെച്ചാത്തോണ്ട് ഞാൻ അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഒറ്റക്കൊമ്പം വരുന്നു. ഇതാണല്ലോ ഒറ്റ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു കൊമ്പുള്ള ഒറ്റക്കൊമ്പനാണ് കണ്ട്. അല്ല ഇനി അങ്ങനെ തന്നെ അല്ലേ, ഒരു കൊമ്പുള്ള ആനല്ലേ നമ്മൾ ഒറ്റക്കൊമ്പൻ എന്ന് പറയലേ. മൂപ്പരോടുള്ള എലിയും പുല്ലൊക്കെ പൊറുക്കി തിന്നുന്നുണ്ട്. മൂപ്പരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ വിചാരിച്ചു കാണി ഞാൻ ആ തമ്പിന്റെ മുന്നേക്കാണ് പോയി. അവിടെ ഇഷ്ടം പോലെ ആനണ്ടേ. ഇത്ര ആൾക്കാർ മാത്രമൊന്നല്ല കേട്ടോ, ആ കുളിക്കടവിൽ കുറച്ച് ആൾക്കാർ കുളിച്ച് ആറുമാതിക്കുണ്ട്. ഓലും കൂടി വന്നിട്ടുണ്ട്, എൻ്റെ തമ്പാണ് ഫുള്ളാവും. അങ്ങനെ കുറച്ചു നേരം നിന്ന് കാണി ഞാൻ അവിടെ ആനോടും വർത്താനം പറഞ്ഞു കാണും. ഓനാണ് കമ്പനിയാക്കി. ഇപ്പൊ മൂപ്പര് തമാശയിലാണ്. കളി കാരാവുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് പോന്നു. നിങ്ങൾ കൂർഗിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദുബാര എലിഫന്റ് ക്യാമ്പ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.